ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നോട്ടിഫിക്കേഷനുമായിട്ട് ടീച്ചർ വേക്കൻസി നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റി AWES. ഓക്കെ, തുടക്കത്തിലെ ഞാൻ പറയാം. AWE ഇതിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ AWES എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. എന്നാലും അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ട് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുകയാണ്. കുറച്ച് സമയമെടുക്കും. അപ്പം താല്പര്യമുള്ളവർ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഒത്തിരി വീഡിയോസ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഈ AWES മാത്രമല്ല, ഒരുപാട് ടീച്ചർ വേക്കൻസികൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസുകൾ അതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ HBRCA, അതായത് ഹിമാചൽ പ്രദേശിലെ ടീച്ചിങ് ഏകദേശം 1000-ഓളം വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അത് TGT മാത്രമേ വിളിച്ചിട്ടുള്ളൂ. HPCRIയിൽ TGT മാത്രമാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഡൽഹി ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലേക്ക് ടീച്ചറെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ്, അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളിലേക്ക് ഒത്തിരി നോട്ടിഫിക്കേഷൻ, അതായത് SSC CGLന്റെ നോട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ UPSC നേരിട്ട് വിളിച്ചിരിക്കുന്ന ഓപ്പറേഷൻ ഓഫീസർ പോലുള്ള തസ്തികകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒത്തിരി വീഡിയോസ് ഈ വേക്കൻസികളുമായിട്ട്, അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ, അതായത് നിങ്ങൾക്ക് ടീച്ചർ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഉടൻ തന്നെ ഇതിന്റെ പിറകെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ CBSEയുടെ KVS NVS എക്സാമിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ KVSന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് പാറ്റേണുകൾ, പ്രിപ്പറേഷനുകൾ, അതിന്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ റെയിൽവേ എക്സാമിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നിവയെല്ലാം അതിനോടൊപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകൾ, റെയിൽവേയുടെയും KVSന്റെ റെയിൽവേയുടെ ക്ലാസ്സുകളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അതായത് എക്സാമിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ കുറച്ച് പഠിക്കാനുള്ള ടൈം തന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ള HSA നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സുകൾ, അതായത് LP UPയുടെ ക്ലാസ്സുകളൊക്കെ റീഷെഡ്യൂൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ AWES ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റി. അപ്പൊ നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ AWES എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് അതിന്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് OST 2025, ഇവിടെ രണ്ട് ന്യൂ എന്ന് പറയുന്ന രണ്ട് കാര്യം. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കത് അപ്ലൈ ആവുന്നതാണ്. ഓക്കെ, കാര്യങ്ങൾ. അപ്പം അതിന്റെ ഡീറ്റെയിലിംഗ് ഇത് തന്നെയാണ്. ഇതിന്റെ ഡീറ്റെയിലിംഗ് എന്താണെന്നുള്ളത് ഒന്ന് വിശദമാക്കി തരാം. ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സമയമെടുക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും. ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ അവരെല്ലാം കാണും. അവരിലേക്ക് ഇത് എത്തിക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഓക്കെ, നോട്ടിഫിക്കേഷൻ ആണ്. അതില് OST. ഓക്കെ, ഇത് പലരും മുമ്പ് ഇത് എഴുതിയിട്ടുള്ളവരായിരിക്കും, സ്കോർ കാർഡിൽ ഉള്ളവരായിരിക്കും. അപ്പം മുമ്പ് എഴുതിയിട്ടുള്ളവർക്ക് വീണ്ടും എഴുതിയിട്ട് അവരുടെ മാർക്ക് കൂട്ടാവുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ നിർത്താവുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അവർ അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട് അവരുടെ നോട്ടിഫിക്കേഷനിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അതിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ്, അതായത് ആർമി വെൽഫെയർ സ്കൂളിലെ, അതായത് ആർമി പബ്ലിക് സ്കൂൾ APS. ഓക്കെ, അപ്പം ഈ എന്താണ് ആർമി പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBSE സ്കൂളാണ്. ഈ സ്കൂള് അതിന്റെ അഡ്മിനിസ്ട്രേഷനും
മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് അതാത് ലോക്കൽ മിലിറ്ററി അതോറിറ്റീസ് ആണ്. ഓക്കെ, മിലിറ്ററി സെൻട്രൽ ഗവൺമെന്റ് സാലറിയും മറ്റു കാര്യങ്ങളെല്ലാം ആണ്. പക്ഷെ അതാത് ലോക്കൽ മിലിറ്ററി അതോറിറ്റീസ് ആണ് ഈ സ്കൂളുകളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നത്, ടെസ്റ്റ് നടത്തിയിട്ട് നിയമിക്കുന്നത്. അതിന്റെ ആ ടെസ്റ്റിന്റെ ആ വേക്കൻസികളുടെ മുന്നോടിയായിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് OST എന്ന് പറയുന്നത്. അതിപ്പം അടുത്തത് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 2025 അതിന്റെ കാര്യങ്ങളിലേക്ക് താഴോട്ട് വരാം. ഓക്കെ, അപ്പൊ ഈ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് വെച്ചാൽ വിൽ ബി കണ്ടക്ടഡ് ഫോർ ദ പൊട്ടൻഷ്യൽ ടീച്ചേഴ്സ് അണ്ടർ വേരിയസ് കാറ്റഗറീസ്. ഓക്കെ, അതായത് ഏറ്റവും നല്ല കഴിവുള്ള ടീച്ചേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ സ്കൂളുകളിലേക്ക്, ഈ AWESന്റെ സ്കൂളുകളിലേക്ക്, ആർമി പബ്ലിക് സ്കൂളുകളിലേക്ക് വേക്കൻസികൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതാത് വേക്കൻസികളിലേക്ക് അത്രത്തോളം ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മുൻകൂട്ടി നടത്തുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ് ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്കുള്ള 2025 സെപ്റ്റംബറിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടാണ് ഇപ്പം വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഓക്കെ, സെലക്ഷൻ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് OST, കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് വിൽ ബി ഹെൽഡ് ഓൺ 20 സെപ്റ്റംബർ 2025. ഓക്കെ, അതായത് സെപ്റ്റംബർ മാസം 2025 സെപ്റ്റംബർ 20, 21, 22, 23 തീയതികളിലായിട്ടാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. ആ ഡേറ്റ് അവർ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവർ അതാ സമയത്ത് അപ്ഡേഷൻസ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്കോർ കാർഡ് തരും. അതായത് ദോസ് ഹു അപ്പിയർ ഇൻ ദി എക്സാമിനേഷൻ വിൽ ബി ഗിവൻ എ സ്കോർ കാർഡ് വിച്ച് ഷാൽ ബി വാലിഡ് ഫോർ ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമുക്കൊരു സ്കോർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളതിൽ പാസ്സായിട്ട് സ്കോർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് ടൈം അത് വാലിഡിറ്റി ഉള്ള സാധനമാണ്. നിങ്ങൾക്ക് അതിന്റെ മാർക്ക് ഉയർത്തണമെങ്കിൽ വീണ്ടും എഴുതാം, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ദിസ് ടെസ്റ്റ് ഈസ് മാൻഡേറ്ററി ഫോർ അപ്പിയറിംഗ് ഫോർ ദ ഇന്റർവ്യൂ ആൻഡ് എവാലുവേഷൻ ഓഫ് ടീച്ചിങ് സ്കിൽസ് ആൻഡ് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി. ഹവർ OST ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി പ്രിഫേർഡ് ആൻഡ് OST മാർക്സ് carry വെയിറ്റേജ് അറ്റ് ഇന്റർവ്യൂ സ്റ്റേജ്. ഓക്കെ, അപ്പൊ ഈ OST നിങ്ങൾ എഴുതി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ ഭാവിയിലല്ല തുടർന്ന് ഈ 2025-26 ടീച്ചേഴ്സിനെ, പുതിയ ടീച്ചേഴ്സിനെ വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ഒരു വെയിറ്റേജ് ആയിട്ട്, ഇന്റർവ്യൂ സമയത്ത് ഒരു വെയിറ്റേജ് ആയിട്ട് നൽകപ്പെടുന്നതായിരിക്കും. ആഫ്റ്റർ സെലക്ഷൻ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ നോൺ OST ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് മസ്റ്റ് പാസ് OST വിത്തിൻ 2 years ഓഫ് ബീങ് അപ്പോയിന്റഡ് വിത്ത് മിനിമം overall raw score of 50%, 100 mark. In addition to fresh candidates, the following may also appear in OST. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ OST ഇല്ലാതെയും നിങ്ങൾക്ക് ഇവരുടെ വേക്കൻസി വരുമ്പോഴത്തേക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇത് OST സെറ്റ് ആക്കണം. അതുപോലെ തന്നെ ഈ OST 200 മാർക്കിന്റെ എക്സാം ആണ്. അതിൽ 50% മതി പാസ്സാകാനായിട്ട്, അതായത് 100 മാർക്ക് വാങ്ങിയിരിക്കണം എന്നുള്ളതാണ് മാനദണ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ളത് ഇന്റർവ്യൂ. അതായത് എവരി സ്കൂൾ ബി അനൗൺസ് ദ വേക്കൻസീസ് അവൈൽ ഇൻ ദെയർ സ്കൂൾ ത്രൂ വേരിയസ്. അത് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ ഈ ടെസ്റ്റ് OST എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ ഓരോ സ്കൂളുകളിലേക്ക് പോസ്റ്റ് വരും. പോസ്റ്റ് വരുമ്പോൾ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കും. അപ്പൊ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് ഈ സ്കോർ കാർഡിലെ മാർക്ക് അനുസരിച്ചുണ്ടായിരിക്കും സെലക്ഷൻ ബോർഡ്. അപ്പം ഈ നല്ല സ്കോർ കാർഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിന്റെ ഒരു വെയിറ്റേജ് ഈ സ്കോർ കാർഡിലൂടെ ലഭിക്കുന്നതായിരിക്കും എന്നാണ് നമ്മുടെ AWES പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ ഇവാലുവേഷൻ ഓഫ് ടീച്ചിങ് സ്കിൽസ് ആൻഡ് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി എന്നുള്ളത്. അതായത് ഇതൊന്ന് ശ്രദ്ധിച്ചോളണം. ഓക്കെ, അതായത് ഫോർ ലാംഗ്വേജ് ടീച്ചേഴ്സ്, അതായത് ലാംഗ്വേജ് ടീച്ചേഴ്സിനാണ് അവർ വിളിക്കുന്നതെങ്കിൽ ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതില് comprising an essay writing and comprehension of 50 marks each would be held along with the evaluation of teaching skills.
പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷൻ ടെസ്റ്റും ഉണ്ടായിരിക്കും. ഓക്കെ, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി എല്ലാവർക്കും ഉണ്ട്. ഇനി ഇവാലുവേഷൻ ഓഫ് ടീച്ചിങ് സ്കിൽ എന്ന് പറയുന്നത് ഫോർ ലാംഗ്വേജ് ടീച്ചേഴ്സിനാണ്. അതുപോലെ പിന്നെ അവർ പറയുന്നത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഓൺലൈൻ ടെസ്റ്റിന്റെ സ്ക്രീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇത് വിളിച്ചിരിക്കുന്നത് OST വിൽ ബി ഹെൽഡ് പോസ്റ്റ് ഓഫ് PRT, TGT ആൻഡ് PGT. ഓക്കെ, 3 കാറ്റഗറിയിലും വിളിച്ചിട്ടുണ്ട്, OST വിളിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളുമാണ് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. ക്വാളിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ PGT പോസ്റ്റ് ഗ്രാജുവേഷനിൽ PGക്ക് 50% മാർക്ക്, PGക്ക് 50% മാർക്ക്, അതുപോലെ തന്നെ BEdന് 50% മാർക്ക്. TGTയിൽ ഒരു കാര്യങ്ങൾ ആലോചിക്കുക, TGTയിലും 50%, ഗ്രാജുവേഷൻ കോഴ്സിന് 50%, അതുപോലെ BEdന് 50%. PRT ആണ് ഇവിടെ പറയാൻ വന്നത്. PRTയിൽ ഒരു കാര്യം ആലോചിക്കുക, ഗ്രാജുവേഷൻ വേണം കേട്ടോ. നിങ്ങൾക്ക് PRT അപ്ലൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് +2 പ്ലസ് DLED പോരാ, +2 പ്ലസ് DC പ്ലസ് DLED വേണം. ഓക്കെ, വേണം. ഏതിനാണ്? PRT അപ്ലൈ ചെയ്യാൻ ഡിഗ്രിയും കൂടി വേണം കേട്ടോ. PRT അപ്ലൈ ചെയ്യാനായിട്ട്, PRT ഇതിന് അതായത് ആർമി സ്കൂളിൽ അപ്ലൈ ആയിട്ട് എഴുതുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് പുതുതായിട്ടുള്ളതല്ല, NCTയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണ് വിളിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ വരും കാലഘട്ടങ്ങളിൽ ഇതേപോലെ PRT വിളിക്കുന്ന സമയത്ത് PRTയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ ഡിഗ്രിയാക്കി മാറ്റും കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത്, ഞാൻ ആ തമ്പനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ടെറ്റോ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ OSTക്ക് അപ്ലൈ ചെയ്യാം. ഡോണ്ട് വറി. ഓക്കെ, ടെറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ടെറ്റ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം, ടെറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ടെറ്റ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് OST പാസ്സായി, OST നിങ്ങൾക്ക് നല്ല സ്കോർ കാർഡ് കിട്ടിയതിനു ശേഷം പോസ്റ്റ് വന്നു. ആ പോസ്റ്റിലേക്ക് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ അപ്പോയിന്റ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്, ഈ ടെറ്റ് അല്ലെങ്കിൽ ടെറ്റ് നിങ്ങൾ പാസ്സായിരിക്കണം. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ടെറ്റും ടെറ്റും ഇല്ലാത്ത എല്ലാവർക്കും ഈ ഒരു OST അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ ഓഫ് ദ കാൻഡിഡേറ്റ്സ്. ഏജ് ബിലോ 40, മിനിമം ടീച്ചിങ് എക്സ്പീരിയൻസ്, അതായത് ആർമി സ്പൗസിനാണ് അതിന്റെ എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബിലോ 40 ആണെങ്കിൽ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. 40 to 55 ആണെങ്കിൽ 5 years എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട് കേട്ടോ, ക്യുമുലേറ്റീവ് ആയിട്ട്, അതായത് മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. 40 to 55 ഏജ് ആണെങ്കിൽ 5 year എക്സ്പീരിയൻസ് വേണം. 40 വരെ ആണെങ്കിൽ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഇവിടെ അതർ എക്സ്പീരിയൻസ്, അതായത് ആർമി വൈഫ് അല്ലാത്തവരുടെ കാര്യവും 40 വയസ്സുള്ളവർക്ക് ആണെങ്കിൽ അവർക്കാണെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ട. 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. 40 മുകളിലോട്ട് പ്രായമുള്ളവർക്ക് മിനിമം 5 years എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട്. ഓക്കെ, 5 years എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഓക്കെ, 40 to 55 വരെ ഉള്ളവർക്ക് ഒരു 5 years എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നു. ഇനി ഇതിന്റെ ഡേറ്റ്, മെത്തേഡ്, എക്സാം സെന്റേഴ്സ്, കേരളത്തിൽ എക്സാം സെന്റേഴ്സ് ഉണ്ടോ, കേരളത്തിൽ സ്കൂളുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ബട്ട് ഇതിന്റെ ഡേറ്റ്, ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് OST ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് 21 സെപ്റ്റംബർ 2025. റിസർവ് ഡേറ്റ് എന്ന് പറയുന്നത് 22 and 23. ഇതല്ലെങ്കിൽ അതായത് ഈ കാൻഡിഡേറ്റ്സിന്റെ കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് 20 മുതൽ 23 വരെ ആയിരിക്കും എന്ത് നടക്കുന്നത്, ടെസ്റ്റ് സാധാരണയായിട്ട് നടക്കുന്നത്. അതുപോലെ മെത്തേഡ് ഓൺലൈൻ ഫോമാറ്റിലാണ്, MCQ ഫോമാറ്റ് ആണ്. ഓക്കെ,
The question will be randomly generated from a subject specific question bank. A detailed blueprint of the question paper given appendix താഴെ ഒരു ബ്ലൂപ്രിന്റും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ജസ്റ്റ് ഒരു എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ച അതിൽ നിങ്ങൾക്ക് ഇത് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി എക്സാം സെന്റേഴ്സ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഏതാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് എക്സാം സെന്റർ തരുന്നതായിരിക്കും. 3 ചോയ്സസ് കൊടുക്കാം എക്സാം സെന്റേഴ്സ്. ഓക്കെ, ഇനി നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇപ്പൊ നിങ്ങൾ എക്സാമ്പിള് കേരള, തമിഴ്നാട്, ബാംഗ്ലൂർ അല്ലെങ്കിൽ കേരളത്തിലുള്ള 3 ജില്ലകൾ കൊടുത്തു, അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള സ്ഥലം കൊടുത്തു. നിങ്ങൾ കൊടുത്തിരിക്കുന്ന 3 സ്ഥലങ്ങളും എക്സാം സെന്റേഴ്സ് ആയിട്ട് അവർ തന്നില്ലെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന ഫീസ് അവര് റീഫണ്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. There may be some changes in the list of examination centers due to the administrative reasons. However, no change will be made for issues admit card. Okay, എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പിന്നെ എക്സാം സെന്ററുമായിട്ട് തരത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് for each category there will be 1 question paper 200 mark, 1 question paper for PRT and 1 question paper for PGT as well as TGT. അതായത് 200 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, 200 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 100 മാർക്ക് നിങ്ങൾ വായിക്കണം. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നമ്മുടെ PSCയുടെ പോലെ തന്നെ, കേരള PSCയുടെ പോലെ തന്നെ 1/4 ആണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. അതായത് 3 എണ്ണം തെറ്റിയാൽ 0.3 വെച്ചിട്ട് 1 മാർക്ക് നഷ്ടപ്പെടും. അതായത് മൊത്തം 1 മാർക്ക്, 3 എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് പ്ലസ് ആ നെഗറ്റീവിന്റെ 1 മാർക്ക് കൂടെ മൊത്തം 4 മാർക്ക് അവിടെ നഷ്ടപ്പെടും. ഓക്കെ, തെറ്റിയ ക്വസ്റ്റ്യന് 3-നും കൂടെ 3 മാർക്ക് തെറ്റത്തില്ലേ അപ്പോഴും, പിന്നെ 3 തെറ്റിന് 1 നെഗറ്റീവ്, അങ്ങനെ 4 മാർക്ക്. ഓക്കെ, അതായിരിക്കും നമ്മുടെ കേരള PSCയുടെ പോലെ തന്നെയാണ്. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ഇതിൽ പറയാനുള്ളത്, നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത് തന്നെ സ്കോർ കാർഡ് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്കോർ കാർഡൊക്കെ അത് അപ്ലൈ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അതിന്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ 5 ജൂൺ 2025 ടു 16 ഓഗസ്റ്റ് വരെയാണ് കേട്ടോ. 5-ാം തീയതി മുതൽ, അതായത് ഈ മാസം 5-ാം തീയതി, ഇതിപ്പോ 13 ആയില്ലേ, 5-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ. ഇതിപ്പോ 12 ആയി. 5-ാം തീയതി മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. 16-ാം തീയതി ഓഗസ്റ്റ് 16-ാം തീയതി വരെ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓഗസ്റ്റ് 16 വരെ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഇവിടെ ആധാർ കാർഡും ഇമെയിൽ ID യും നമ്മുടെ റെയിൽവേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ KVSന് അപ്ലൈ പോലെ തന്നെയാണ്. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, സർട്ടിഫിക്കറ്റ് ഓഫ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ്, ഇതെല്ലാം വേണം. എക്സാം ഫീ എന്ന് പറയുന്നത് 385 രൂപയാണ്. 385 രൂപയാണ്. അത് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ കാണും. ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ mock question 10% of the total questions of each paper as the blueprint will be provided, PDF format will be uploaded. അത് ഇവിടെ ഈ സൈറ്റിൽ തന്നെ ഒരു 10% ഓഫ് ദ ക്വസ്റ്റ്യൻസിന്റെ ബ്ലൂപ്രിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നേരത്തെ കാണിച്ചു തന്നതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അഡ്മിറ്റ് കാർഡും ഡൗൺലോഡ് ചെയ്യാം, ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഞാൻ ടൈം ലൈൻ ഒന്നും കൂടി വായിക്കാം. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 5-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് അടുത്ത മാസം 16-ാം തീയതി വരെയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ഉള്ളത്. കറക്ഷൻ വിൻഡോസ് 22 മുതൽ ഓഗസ്റ്റ് 22 മുതൽ 24 വരെയാണ് കറക്ഷൻ വിൻഡോസ് ഉള്ളത്. അഡ്മിറ്റ് കാർഡ് 8 സെപ്റ്റംബർ മുതൽ ലഭിച്ചു തുടങ്ങും. എക്സാമിനേഷൻ 20-21 സെപ്റ്റംബർ, റിവേഴ്സ് ഡേറ്റ് 22, 23, റിസർവ് ഡേറ്റ് എന്ന് റിവേഴ്സ് അല്ല, റിസർവ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ആഫ്റ്റർ 8 ഒക്ടോബർ 8-ാം തീയതിക്ക് ശേഷം റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇനി അവർ പിന്നെ പറയുന്നുണ്ട്, കാൻഡിഡേറ്റ് മസ്റ്റ് കോൺടാക്ട് ദ സ്കൂൾസ്. അതായത് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റെഗുലർലി ചെക്ക് ചെയ്യണം. ഓരോ സ്കൂൾസിന്റെ വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ്സ് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ ഈ അഡ്വർടൈസ്മെന്റ് അവർ കൊടുക്കും വേക്കൻസിയുടെ. ആ വേക്കൻസി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്റർവ്യൂവിന് ഈ സ്കോർ കാർഡ് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി പറയാനുള്ളത് എവിടെയൊക്കെയാണ് സ്കൂളുകൾ ഉള്ളതെന്നാണ് അല്ലെ. നമ്മുടെ കേരളത്തിലും സ്കൂളുകളുണ്ട്. കേരളത്തിൽ നിങ്ങൾക്ക് അറിയാം എവിടെയൊക്കെയാണെന്നുള്ളത്.
കേരളത്തില് ട്രിവാൻഡ്രം ഉണ്ട് കേട്ടോ, ട്രിവാൻഡ്രം ഉണ്ട്, കണ്ണൂരുണ്ട്. APS ആർമി പബ്ലിക് സ്കൂൾ ട്രിവാൻഡ്രം, ആർമി പബ്ലിക് സ്കൂള് കണ്ണൂർ. ഓക്കെ, പിന്നെ നമ്മളെ അടുത്ത് ചെന്നൈ ഉണ്ട്, വെല്ലിംഗ്ടൺ ഉണ്ട്, പിന്നെ ബാംഗ്ലൂർ ഉണ്ട്. ഓക്കെ, ബാംഗ്ലൂര്, അതുപോലെ തന്നെ ചെന്നൈ, വെല്ലിംഗ്ടൺ, ട്രിവാൻഡ്രം, കണ്ണൂർ അടുത്തൊക്കെ സ്കൂളുകളുണ്ട്, ശ്രദ്ധിക്കുക. പിന്നെ ഇനി എക്സാം സെന്റേഴ്സ് നോക്കിക്കഴിഞ്ഞാല് ഇത് സ്കൂൾ ക്ലസ്റ്റേഴ്സ് ആണ് എഴുതിക്കുന്നത് കേട്ടോ. ഇഷ്ടംപോലെ സ്കൂൾ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. മൊത്തം നിലവില് 140 കേട്ടോ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഉൾപ്പെടെ 140 സ്കൂളുകളാണ് ക്ലസ്റ്റേഴ്സ്, സ്കൂൾ ക്ലസ്റ്റേഴ്സ് ആണ് അവർക്കുള്ളത്, AWESനുള്ളത്. ഇനി ഈ സ്ക്രീനിങ് ടെസ്റ്റിന്റെ സബ്ജക്റ്റുകൾ എഴുതിയിരിക്കുന്നത് PGT അക്കൗണ്ടൻസി, PGT ബയോളജി, PGT ബയോടെക്നോളജി, PGT ബിസിനസ് സ്റ്റഡീസ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഫൈനാൻസ്, ജിയോഗ്രഫി, ഹിന്ദി, ഹിസ്റ്ററി, ഹോം സയൻസ്, ഇൻഫോർമാറ്റിക് പ്രാക്ടീസസ്, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സൈക്കോളജി, TGT, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സാൻസ്ക്രിറ്റ്, സയൻസ്, SST. ഓക്കെ, ഇനി PRT ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നോർമൽ ആയിട്ടുള്ള PRT. ഇത്രയാണ് ഇപ്പൊ OST വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഇതിന്റെയൊക്കെ സബ്ജക്ട് ബേസ് ആയിട്ടുള്ള പോസ്റ്റ് ടീച്ചറിന്റെ ഒക്കെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ KVSന്റെ ക്വാളിഫിക്കേഷൻ എന്തോ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന്റെ ഈ ക്വാളിഫിക്കേഷൻസുകൾ സാധാരണ PGTക്ക് ആണെങ്കിൽ PGക്കും BEdനും 50% മാർക്ക്, അത് റിസർവേഷൻ ഉള്ളവർക്ക് അതിന്റെ റിസർവേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി 55 വയസ്സ് വരെ അപ്ലൈ ചെയ്യുകയും ചെയ്യാം കേട്ടോ. TGT ആയിരുന്നാലും അത് തന്നെയാണ്. TGT ആയിരുന്നു കഴിഞ്ഞാലും ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ സീറ്റോ ടെറ്റോ ഒന്നും വേണ്ട, ഇതിപ്പോ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി കേട്ടോ. അപ്പൊ ഓരോന്നിന്റെയും ക്വാളിഫിക്കേഷൻസ് ഇവിടെ അവര് ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. %50 മാർക്ക് എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ, എല്ലാത്തിനും 50% മാർക്ക് പറയുന്നുണ്ട്. റിസർവേഷൻ ഉള്ളവർക്ക് 3%, 2% കുറഞ്ഞ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ചിലതിനൊക്കെ 45%. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അല്ലെ നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് മൊബൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. AWES അടിച്ചിട്ട് താഴെ പോയി അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് നോക്കിയിട്ട് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ചില പോസ്റ്റുകൾ സ്പെസിഫിക് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. നോർമൽ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ 50% എന്നുള്ളതാണ്. ചിലതിന് 45% മതി. അത് കറക്റ്റ് അതിന്റെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ബ്ലൂ പ്രിന്റ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബ്ലൂ പ്രിന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് PRT ആണ് കേട്ടോ, പ്രൈമറി ടീച്ചേഴ്സിന്റെ ആണ്, PRTയുടെ ആണ്. PRTയുടെ വരുമ്പോഴത്തേക്ക് 5% 10 questions 1 to 10, ബേസിക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, സെക്ഷൻ B പെഡഗോജി, കരിക്കുലം, എഡ്യൂക്കേഷൻ പോളിസി മാറ്റേഴ്സ് 15 to 30 10%. അടുത്ത 85% നിങ്ങളുടെ അക്കാഡമിക് പ്രൊഫഷൻസി, നിങ്ങളുടെ സബ്ജക്റ്റ് ആണ് കേട്ടോ. 85%, അതായത് 15 മാർക്കിന് നമ്മുടെ സൈക്കോളജി, പെഡഗോജി പ്ലസ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ബാക്കി 85 മാർക്കിന് അക്കാഡമിക് പ്രൊഫഷൻസി ആണ് ചോദിക്കുന്നത്. അതിപ്പം അവരോട് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. PRT ആകുമ്പോഴത്തേക്ക് സയൻസ്, NCERT, ബുക്ക് ബേസ്ഡ് 1 to 5 20 questions, സ്റ്റാൻഡേർഡ് 1 to 5th 20 questions 6 to 10. സോഷ്യൽ സയൻസ് അത് കറക്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട് അവര്, ഏത് പോർഷൻസ് ആണ് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിൽ, ഇംഗ്ലീഷ് ബേസ്ഡ് ആണെങ്കിൽ 1 മുതൽ 5 വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്ന് 10 ചോദ്യവും,
6 മുതൽ 10 വരെയുള്ളത് 10 ചോദ്യവും, ഹിന്ദി ആണെങ്കിൽ അങ്ങനെ ഓരോന്നും ബ്ലൂ പ്രിന്റ് കറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഓരോന്നിനും പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കി പഠിച്ചാൽ മതി. വളരെ സിമ്പിൾ ആണ് ഇത്, ഈ സ്കോർ കാർഡ് എഴുതിയെടുക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ഏജിന്റെ TGT അങ്ങനെ തന്നെയാണ്. 15 മാർക്ക് സൈക്കോളജി, കറണ്ട് അഫയേഴ്സ് ആൻഡ് GK, 85 മാർക്ക് നമ്മുടെ സബ്ജക്ട്. ഓക്കെ, സബ്ജക്റ്റിൽ തന്നെ അവർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഓരോന്നിനും എവിടെ നിന്നാണ് എത്ര മാർക്കാണ് ചോദിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, SCRT ഏത് പഠിക്കണം, സൈക്കോളജി ഏതാണ് മെയിനായിട്ട് ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് ആകുമ്പോൾ ഏതാണ്, നാഷണൽ ലെവൽ കറണ്ട് അഫയേഴ്സ് ആണോ, ഇന്റർനാഷണൽ ലെവലാണോ, ഇന്ത്യൻ കോൺടാക്സ് ആണോ, ഗ്ലോബൽ ലെവലാണോ എന്നൊക്കെ ഉള്ളത് കറക്റ്റ് പറയുന്നുണ്ട്. അപ്പം ബ്ലൂ പ്രിന്റ് കറക്റ്റ് ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട്. മാർക്കിന്റെ പെർസെന്റേജും പറയുന്നുണ്ട്, എത്ര പെർസെന്റേജ് മാർക്കാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റിന് അതുപോലെ തന്നെയാണ്. 15 മാർക്കിന് പെഡഗോജി പ്ലസ് GK കറണ്ട് അഫയേഴ്സ്, ബാക്കി 85% മാർക്കും നമ്മുടെ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിൽ ബേസിൽ കറക്റ്റ് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ബേസിക് നോളജ് ബേസ്ഡ് ഓൺ +1 +2 NCERT ബുക്സ്. നമ്മുടെ NCERT ഒന്ന് തന്നെയാണ്, +1 +2 ആവാം. മോഡറേറ്റ് സബ്ജക്ട്സ് ബേസ്ഡ് ഓൺ +1 +2 NCERT. ഹയർ സബ്ജക്ട് നോളജ് ബേസ്ഡ് ഓൺ NCERT കണ്ടോ. NCERT ടോക്സ് വിത്ത് ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ഗ്രാജുവേഷൻ. ബേസിക് എപ്പോഴും നമ്മൾ ഇത് എല്ലാ എക്സാമിന്റെയും സെൻട്രൽ ലെവലിൽ വിളിക്കുന്ന എല്ലാ എക്സാമിന്റെയും ബേസിക് പാറ്റേൺസ് NCERT തന്നെയാണ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എഴുതുമ്പോഴത്തേക്ക് ഗ്രാജുവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. PG ലെവൽ എക്സാം എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ PG ലെവൽ ഓഫ് PG പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻ ചിലപ്പം PG ലെവൽ ചോദിക്കാം. ബേസിക് ആയിട്ട് എപ്പോഴും കൂടുതലും ചോദിക്കുന്നത് NCERT ലെവലിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പൊ സ്കോർ കാർഡും കണ്ടു കഴിഞ്ഞു. ഇനി ഉള്ളത് എക്സാമിനേഷൻ സെന്റേഴ്സ് ആണ്. എക്സാമിനേഷൻ സെന്റേഴ്സ് നമുക്ക് അവിടെ ട്രിവാൻഡ്രം, ഓക്കെ 40 തിരുവനന്തപുരം ഉണ്ട് എക്സാമിനേഷൻ സെന്റർ. അപ്പൊ നിങ്ങൾക്ക് അടുത്തടുത്തുള്ള 3 സെലക്ട് ചെയ്യാം. ഇപ്പൊ ട്രിവാൻഡ്രം ഫസ്റ്റ് ചോയ്സ് കൊടുക്കുക, ചെന്നൈ കൊടുക്കുക, ചെന്നൈ ബാംഗ്ലൂർ ഉണ്ട്, ബാംഗ്ലൂർ കൊടുക്കുക, ചെന്നൈ കൊടുക്കുക. അങ്ങനെ 3 നിങ്ങൾക്ക് അടുത്തടുത്തുള്ള 3 സെലക്ട് ചെയ്യാം. ഓക്കെ, ബാക്കി അടുത്തൊന്നുമില്ല. ഇനി ഉള്ളത് അപ്പൊ എക്സാം സെന്റേഴ്സും മനസ്സിലായല്ലോ, എക്സാം സെന്റേഴ്സും കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇത്രയുമാണ് ഈ AWES പറ്റി പറയാനുള്ളത്. ഞാൻ എല്ലാ എന്നും പറഞ്ഞില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കുകയോ കമന്റ് സെക്ഷനിലൂടെ മെസ്സേജ് അയച്ചു ചോദിക്കുകയോ ചെയ്യാം, പറഞ്ഞു തരാം. അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യം കാണിച്ചു തന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് സ്വന്തമായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. AWES കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും, ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റി. അവിടെ ഇവിടുന്ന് താഴെ ഇവിടെ വന്നിട്ട് OSC 2025 എക്സാം ഡേറ്റ്, രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഫില്ലിംഗ്, ഇങ്ങനെ ഇത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ അതിന്റെ നോട്ടിഫിക്കേഷൻ അഡ്വർടൈസ്മെന്റ് എല്ലാം കിടപ്പുണ്ട് വേക്കൻസീസിന്റെ ഈ ഭാഗത്ത്. അവിടെ നിന്ന് ഈ അഡ്വർടൈസ്മെന്റ് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കിയിട്ട് ഫില്ലപ്പ് ചെയ്യാം. ശ്രദ്ധിച്ച് ഫില്ലപ്പ് ചെയ്യുക. ഓക്കെ, തെറ്റിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, തിരുത്താനുള്ള ഡേറ്റും സമയമൊക്കെ തരുന്നുണ്ട്. പിന്നെ ഒന്നും കൂടി കയറി തിരുത്തേണ്ട ആവശ്യം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പം ഓഗസ്റ്റ് 16 ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഇത്രയുമാണ് ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റി വേക്കൻസി അല്ലെങ്കിൽ OST പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇതേപോലെ തന്നെ HPCRന്റെയും ഹിമാചൽ പ്രദേശ് ടീച്ചിങ് അസിസ്റ്റന്റിന്റെയും ഏകദേശം 1000 പോസ്റ്റ് വരുന്നുണ്ട്. അത് ഇതേപോലെ അല്ല, ഡയറക്റ്റ് എക്സാംസ് ആണ്. നമ്മൾ സാധാരണ KVSന്റെ പോലുള്ള എക്സാംസ് ആണ്. അത് ഉടനെ തന്നെ അതിന് പറയാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്റർനാഷണൽ സ്കൂൾസ്, സൗദി അതുണ്ട്, പിന്നെ ഒത്തിരി ഡൽഹി ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലേക്ക് വേക്കൻസീസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഉടനെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും കണിശമായിട്ട് ഈ 1-2 വർഷത്തിലൊരു ജോലി, ഒരു ടീച്ചിങ് പാഷൻ ആയിട്ടുള്ള ഒരു ജോലി ലഭിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോഴേ ട്രൈ ചെയ്യുക എന്നുള്ള, ഏതിലും ട്രൈ ചെയ്യുക. ഓക്കെ, പറ്റാവുന്നത് എഴുതുക, മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്നതെല്ലാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഉറപ്പായിട്ടും നമ്മൾ ഒന്നിനെ ഫോക്കസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഓക്കെ, നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം. എല്ലാത്തിലേക്കും എന്ത് ചെയ്യുക, നമ്മൾ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം എനിവേ താങ്ക് യു ഓൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.